ഹലോ ഗൈസ്. അപ്പം നമ്മൾ ഇന്ന് രാവിലെ കുളിച്ച് ഫ്രഷായി സെറ്റായിട്ടിതാ ഹായ് പറ ഹായ്. അപ്പം നമ്മൾ ഇപ്പോൾ ഇവിടുത്തെ മുഹമ്മദ് അലി അങ്ങോട്ടാണ് പോകുന്നത്. ഇന്ന് സൺഡേ ആണ്. അപ്പം എന്താ അവിടുത്തെ അവസ്ഥ എന്നുള്ളതൊന്നും നമുക്കറിയില്ല. എന്തായാലും നോക്കട്ടെ. അപ്പോൾ നമ്മൾ മുംബൈയിൽ വന്നിട്ട് സെക്കൻഡ് ഡേ ആണിത്. ഫസ്റ്റ് ഡേ ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ ഇറങ്ങിയ അപ്പം മുതൽ നമ്മൾ റൂമിന് തപ്പിയിട്ട് ഭയങ്കര ഷോക്കായിരുന്നു, ടയേർഡായിരുന്നു. ഇന്നലെ ഒന്നും നോക്കാനോ ശ്രദ്ധിക്കാനോ ഒന്നും പറ്റിയിട്ടില്ല. അങ്ങനെ തന്നെ കിടന്നുറങ്ങി ആ ക്ഷീണം മൊത്തം മാറ്റിയിട്ട് ഇന്ന് രാവിലെ നമ്മൾ എഴുന്നേറ്റിട്ട് നമ്മുടെ ലൊക്കേഷനിലോട്ട് പോവാണ്. അപ്പം അവിടെ പോയിട്ട് എന്തായാലുള്ളതൊക്കെ നമ്മൾ പർച്ചേസിങ്ങിനൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. 8 രൂപ വെച്ചിട്ടാണ് പോകുന്നത്. സോ ഇന്ന് രാവിലെ ഈ ടൈമിൽ അയ്യേ അയ്യോ ലൈറ്റൊക്കെ കാലിയായി. സൂപ്പറാ. പറയ് ഭയങ്കര റഷാണ്. നമ്മൾ ഈ ഹോട്ടലിൽ കയറുമ്പോൾ ആക്ച്വലി ഒന്നും നോക്കിയിട്ടില്ല. നേരെ ഫസ്റ്റ് കണ്ട ഹോട്ടൽ ഇതാ, ഇതിൻ്റെ മുന്നിൽ ഇറങ്ങിയപ്പോൾ ഇതിൽ ഡയറക്റ്റ് കയറി കണ്ടോ. പിന്നീടാണ് നമ്മൾ വന്നിരുന്നതിന് ശേഷം ബാക്കോട്ട് നോക്കുമ്പോൾ ഭയങ്കര റഷ് കേട്ടോ. കാരണം അത്രയും തിരക്കായിരുന്നു. ആ തിരക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി അടിപൊളി ഫുഡാണ് ഇവിടുത്തെ എന്നുള്ളത് കേട്ടോ. അപ്പം ഇതിൻ്റെ പേര് വന്ന് കഫേ നിസാരി എന്നാണ്. നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ഫുഡ് കഴിക്കട്ടോ. അടിപൊളി ടേസ്റ്റും ഫുഡും കാര്യങ്ങളൊക്കെ ഒരു മുസ്ലിംസിൻ്റെതാണ്. അടിപൊളിയാണ് കേട്ടോ. सेट 800 रुपया 800 3 पीस 3 पीस 800 क्वांटिटी में चाहिए 700 600 अलग अलग प्राइस अलग अलग सामान ഒരുപാട് സാധനങ്ങളുണ്ട്. പിന്നെ ഇങ്ങനെ കുറേ സ്വീറ്റ്സ് എന്തൊക്കെയൊക്കെയോ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അതൊക്കെ ഇങ്ങനെ ജസ്റ്റ് നോക്കിപ്പോയി. പിന്നെ നമ്മൾ അവിടെ എത്തിയപ്പം അവിടുന്ന് നമ്മൾ വീണ്ടും വേറെ വണ്ടി കയറിയിട്ട് നമ്മൾ വേറെ റൂട്ടിലേക്ക് മാറിയിട്ടോ. കാരണം അവിടെ അത്ര അവൈലബിൾ അല്ലാന്ന് നമ്മൾ മനസ്സിലായതുകൊണ്ട് നമ്മൾ വീണ്ടും റൂട്ട് മാറി. എന്നിട്ട് നമ്മൾ വീണ്ടും പോയപ്പോൾ ഭയങ്കര തിരക്കിട്ടോ. കാരണം ഞാൻ പറഞ്ഞല്ലോ, നാളെ അതായത് നെക്സ്റ്റ് ഡേ എന്ന് പറയുന്നത് അവിടെ ശ്രീരാമൻ്റെ അങ്ങനെ എന്തോ ഒരു ഇതായിരുന്നു. അപ്പം അത് കാരണം ലീവാണ് അവിടെ, മൊത്തത്തിൽ ലീവാണ്. അപ്പം അതിൻ്റെ റഷും കാര്യങ്ങളും നന്നായിട്ട് തന്നെ അറിയാനുണ്ടായിരുന്നു കേട്ടോ അവിടെ. അപ്പം നമ്മൾ അങ്ങനെ അവിടെയൊക്കെ കുറച്ച് തെണ്ടി തിരിഞ്ഞ് നമ്മുടെ കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കിയതിന് ശേഷം നമ്മൾ നേരെ മുമ്പിലോട്ട് പോയിട്ട്, കാരണം നല്ല വെയിലായിരുന്നു, നല്ല ടയേർഡായിരുന്നു. പറഞ്ഞാൽ നല്ല രീതിക്ക് ടയേർഡായി. കാരണം ചത്ത അവസ്ഥ ആയിട്ടോ, നല്ല വെയിലാണ്. അപ്പോൾ അതുകൊണ്ട് നേരെ നമ്മൾ റൂമിൽ പോയതിന് ശേഷം കുറച്ചൊന്ന് ഫ്രഷായി ഒന്ന് റിലാക്സ് ചെയ്ത് റെസ്റ്റൊക്കെ എടുത്തതിന് ശേഷം നമ്മൾ വീണ്ടും നൈറ്റ് നമ്മളങ്ങനെ പുറത്തോട്ടേക്ക് ഇറങ്ങുന്നതാണ് കേട്ടോ.
അപ്പം നമ്മൾ നേരത്തെ വന്ന് കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്തിട്ട് വീണ്ടും ഒന്ന് നൈറ്റ് പുറത്തിറങ്ങാന്നുള്ള ഉദ്ദേശത്തിൽ ഇറങ്ങിയതാണ് കേട്ടോ. അപ്പം വണ്ടിയിൽ ഊബർ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഊബറിൽ കയറി അസിനെ പുറത്ത് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പുറത്താണ് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഹായ് പറയും കൈസിൻ്റെ അടുത്ത്. ഹായ്. ഓക്കെ. അപ്പം പപ്പനെ നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ്. നമ്മളതിനെ പ്രത്യേകിച്ച് ഉദ്ദേശമൊന്നുമില്ല ഇവിടെ പോകണ്ടെന്നുള്ള. നാളെ പിന്നെ ഇവിടെ അവധിയാണ്. സോ നാളെ ഇവിടെ അവധിയാണ്. നാളെ നമ്മൾ സ്റ്റക്കാണ് ഇവിടെ. പപ്പ ഒന്ന് ഇന്ന് പറ്റാവുന്നിടത്ത് പോവാ എന്നുള്ള ഉദ്ദേശത്തിൽ നമ്മൾ ഇറങ്ങിയതാണ് കേസ്. നാളത്തെ ആ ഒരു അവധിൻ്റെ ആ പരിപാടിൻ്റെ സംഭവമാണ് കേട്ടോ ഈ കാണുന്നതൊക്കെ തന്നെ. പക്ഷെ എല്ലാം നല്ല അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളത്. പിന്നെ നമ്മുടെ നൈക്കയുടെ ഷോറൂം അതിനിടയ്ക്ക് എൻ്റെ കണ്ണിൽ പെട്ടതാണ് ഗൈസ്. അത് ഞാൻ എടുത്തു. പിന്നെ ഈ ഒരു സംഭവം ഞാൻ ആദ്യമായിട്ട് കാണാം കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് കൗതുകം തോന്നി ഇതിങ്ങനെ കണ്ടപ്പോൾ. നല്ല രസമായിട്ട് ഇങ്ങനെ ആൾക്കാർ ഇരുന്നിട്ട് നമുക്കൊക്കെ പറ്റുകയാണെങ്കിൽ പോകാമെന്നൊക്കെ വിചാരിച്ചു. പിന്നെ ഇങ്ങനെ ഡബിളക്കര വരുന്നിട്ടുള്ള ബസ് കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ പോയിട്ടുള്ളത് മറൈൻ ഡ്രൈവിലോട്ടാണ് കേട്ടോ. അപ്പോൾ ശിവൻ നമുക്ക് മറൈൻ ഡ്രൈവ് പോയിട്ട് കുറച്ച് കാഴ്ചയൊക്കെ കൊണ്ടിരിക്കാം എന്ന് പറഞ്ഞിട്ട് നമ്മൾ അങ്ങനെ വന്നതാണ് മറൈൻ ഡ്രൈവിലോട്ട്. ഇവിടെയും നല്ല തിരക്കും കാര്യങ്ങളായിരുന്നു കേട്ടോ. കുറേ പിന്നെ നമ്മൾ കുറച്ച് നേരം അവിടെ ഇരുന്നു. പിന്നെ കുറച്ച് നടന്നു. നീർന്ന് കിടക്കില്ല. അപ്പോൾ നമ്മൾ കുറച്ചധികം നടന്ന് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ മാങ്ങ കണ്ടപ്പം മാങ്ങ ഇങ്ങനെ മസാല ഒക്കെ തേച്ച് തരുമല്ലോ, ഉപ്പും മുളകും ഒഴിച്ച് ചേർത്തിട്ടുള്ളൂ. അപ്പോൾ അത് കണ്ടപ്പോൾ അത് മേടിച്ചു. അപ്പോൾ അസിന് പറയുന്നുണ്ട് അതൊന്നും വാങ്ങി തിന്നണമെന്നില്ല. പക്ഷേ ഞാൻ മേടിച്ചു തന്നിട്ട് ഇതൊന്നും തിന്നില്ലെങ്കിൽ പിന്നെ എന്തില്ലേ നമ്മൾ ഇവിടെ വന്നിട്ട് എന്ത് കാര്യം ഇങ്ങനത്തെ ഒക്കെ കഴിച്ചിട്ടില്ലെങ്കിൽ. അങ്ങനെ കുറച്ച് നേരം നടന്നിട്ടോ. ഐസ് ബേബിക്കാണെങ്കിൽ അവിടെ നല്ല രസം. കാരണം കുട്ടികളൊക്കെ ഇങ്ങനെ ഓടി കളിക്കുക കേട്ടോ അവിടെ ഇങ്ങനെ. പിന്നെ നമ്മൾ അവിടുന്ന് ഒരു 10:30-11 മണിയായപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. ഇറങ്ങി നേരെ യൂബർ വിളിച്ചിട്ട് കയറിയപ്പോൾ തന്നെ നല്ല ബ്ലോക്കായിരുന്നു. അതിനിടക്കാണ്ട് ഈ ഒരു സംഭവം കണ്ടത്. ഇതെന്താണെന്ന് എനിക്കറിയില്ല ഗൈസ്. ഇത് അറിയുന്നവരുണ്ടെങ്കിൽ എനിക്ക് പറഞ്ഞു തരാം. എൻ്റെ പൊന്നോ എന്ത് രസമാണ് കാണാൻ. ആ ഒരു ലൈറ്റ് കാര്യങ്ങൾ അറേഞ്ച് ചെയ്തിട്ടുള്ള അടിപൊളി വ്യൂ ആയിരുന്നു. പിന്നെ നമ്മൾ നേരെ റൂമിലോട്ട് പോയി. കാരണം 12 മണി കഴിഞ്ഞിട്ട് റൂമിലെത്തുമ്പോൾ പിന്നെ ഒന്നും ഷൂട്ട് ചെയ്യാനോ അതാക്കുന്നില്ല. പിന്നെ നാളെ നേരത്തെ എണീക്കാമെന്ന് വെച്ചിട്ട് അവിടെ നിന്ന് നമ്മൾ ഫുഡ് അവരുടെ അടുത്ത് പറഞ്ഞു. അവർ ഫുഡ് കൊണ്ടു തന്നു. അതും കഴിച്ചിട്ട് നമ്മൾ ഒരു ഗുലാബ് ജാമുൻ പറഞ്ഞു. അതും കഴിച്ചിട്ട് അപ്പോൾ ബാക്കി വിശേഷങ്ങൾ നമ്മൾ അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ടാറ്റാ ബൈ ബൈ.